ഇപ്പം ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ് നമ്മുടെ ദിയ കൃഷ്ണേൻ്റെ ഡെലിവറി വീഡിയോ. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് കണ്ടിട്ടുണ്ടാവും. ഡെലിവറി വീഡിയോ ആണെങ്കിലും സിസേറിയൻ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. എന്നാൽ മറ്റ് ആൾക്കാരൊക്കെ കുറച്ച് പേർക്ക് ഒക്കെ ഈ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാകത്തുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാകത്തുള്ളൂ. അപ്പം വെസ്റ്റേൺ കൾച്ചറിലൊക്കെ ഇങ്ങനെയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറവാണ്. കാരണം അങ്ങനെ ആരെങ്കിലും വീഡിയോ ഇട്ടാൽ തന്നെ അതിന് നെഗറ്റീവ് പൊക്കി പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ആരും അങ്ങനെ ചെയ്യാത്തത്. ഇപ്പം തന്നെ നമ്മുടെ ശ്വേത ചേച്ചി ആണെങ്കിലും പേളി ചേച്ചി ആണെങ്കിലും കുറച്ച് മൊമെൻറ്റ്സേ ഇട്ടിട്ടുള്ളൂ, അല്ല വേറെ ഒന്നും ഇട്ടിട്ടില്ല, ചെറിയൊരു മൊമെൻറ്റേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം മറ്റേ സിനിമേൻ്റെ കാര്യത്തിലും. പക്ഷേ ആ സമയത്ത് നെഗറ്റീവ് പറയാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടു. കാരണം നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും. കാരണം അത്രയ്ക്ക് സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. ആ സമയത്ത് അവരുടെ ഫാമിലി ചെയ്ത സപ്പോർട്ടായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, എല്ലാവരും കട്ടയ്ക്ക് കൂടെയുണ്ട്. നേഴ്സുമാരായിക്കോട്ടെ, അവർ കട്ടയ്ക്ക് കൂടെയുണ്ട്. അപ്പം വലിയൊരു സ്ട്രഗ്ലിംഗ് പീരീഡാണ് ആ സമയത്ത് നടക്കുന്നത്. ആ സമയത്തായിക്കോട്ടെ, പ്രഗ്നൻസി ജേർണി ആയിക്കോട്ടെ, ആഫ്റ്റർ ഡെലിവറി ആയിക്കോട്ടെ, കുറേ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്. അതെല്ലാവർക്കും എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പ്രസവിക്കുന്ന സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു മനുഷ്യൻ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പെയിനുകളിൽ ഒന്നാണ് ഈ പ്രസവവേദന. സിസേറിയനും അതിന് തുല്യം തന്നെയാണ്. കാരണം ആ സമയത്ത് സിസേറിയൻ ചെയ്യുന്ന സമയത്ത് അനസ്തേഷ്യ കൊടുത്ത ആ സമയത്ത് വേദന ഇല്ലെങ്കിൽ തന്നെ അനസ്തേഷ്യയുടെ എഫക്റ്റ് കഴിയുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന വേദനയുണ്ട്. പ്രസവ വേദന ഒറ്റ ദിവസം കൊണ്ട് അനുഭവിക്കുകയാണെങ്കിൽ സിസേറിയൻ്റെ ആണെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് അനുഭവിക്കുകയാണ്. രണ്ടും സ്ട്രഗ്ലിംഗ് പീരീഡാണ്. അപ്പം അത് എനിക്കൊന്ന് കുറേ പേർക്ക് അറിയത്തില്ല. ശരിക്കും ഇങ്ങനെ കുറേ വീഡിയോസ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളും ഇങ്ങനെ വീഡിയോസ് എടുത്ത് ഇടണം എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് പിന്നെ കിട്ടുന്നതല്ല. അപ്പം ആ സ്ത്രീ അനുഭവിച്ച വേദനയാണെങ്കിലും സ്ട്രഗ്ലിംഗ് പീരീഡ് ആണെങ്കിലും അതെല്ലാവരും അറിയണം. അല്ലാണ്ട് ഇതിന് നെഗറ്റീവ് ഇടാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. കാരണം ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ അവൾക്കറിയാം ഒരു 10 മാസക്കാലം എന്ന് പറയുന്ന ഒരു സ്ട്രഗ്ലിംഗ് പീരീഡാണ്. എനിക്ക് ഇങ്ങനെ വേദനകൾ ഉണ്ടാവും, ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഇന്ന ലിമിറ്റേഷൻസ് ഉണ്ടാവും, പ്രസവവേദന ഉണ്ടാവും, പ്രസവിച്ച് കഴിഞ്ഞാലും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് നടുവേദന ഉണ്ടാവും. ഈ സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ എനിക്കൊന്ന് ലൈഫ് ലോങ് നടുവേദനയായിരിക്കും. അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും അവരെ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. അപ്പം അവരെടുക്കുന്ന ആ സ്ട്രഗ്ലിംഗ് അല്ലെ ചലഞ്ച്, അത് എല്ലാവരും അറിയണം. ആ ഒരു ഇത് മാത്രമേ എനിക്ക് ആ വീഡിയോയിൽ തോന്നിയിട്ടുള്ളൂ. കാരണം അവർക്ക്